മണി മണി മണിയേ മണിയേ മണി മണി എന്ത് രവിയേട്ടാ രാവിലെ തന്നെ കിടന്ന് നിലവിളിക്കണേ? എത്ര വിളിക്കണോടി നിന്നെ? വിളിച്ചോടനെ പ്രത്യക്ഷപ്പെടാനുള്ള സ്വിച്ച് ഇല്ല. വണ്ടി കാണാനില്ലെന്ന്. ശരിയാണല്ലോ, വണ്ടി എവിടെ? എന്ത് കൂളായിട്ടാണ് അവള് പറഞ്ഞത്, വണ്ടി കാണാനില്ല. നേരെ നോക്കണം, അവിടെ എവിടെയെങ്കിലും കാണും. നേരെ നോക്കാനാ? നേരെ നോക്കി കണ്ടുപിടിക്കാൻ മൊട്ടു സൂചിയ. എന്റെ സ്കൂട്ടറാണ്. നിങ്ങൾ റോഡിലെല്ലാം വെച്ചിട്ട് വന്നേന്നല്ലേ? നിന്നെ ഞാൻ പിങ്കി റിങ്കി മക്കളെ പിങ്കി നോക്കി നിൽക്കാതെ വിളിക്കടി. പിങ്കി പിങ്കി പാവം സാമട്ടിലാ വിളിക്കുന്നേ. മണി മണി ഞാൻ ഇവിടെ നിക്കല്ലേ. പിങ്കി റിങ്കി ചെവിക്കകത്ത് കുത്തിക്കയറ്റി വെച്ചോണ്ടിരിക്കായിരിക്കും. എന്തോന്നു പഞ്ഞി എടി ഇയർഫോൺ. എന്താ മോളെ വണ്ടി കാണാനില്ല. ഓ നന്നായി പോയോ. ചേച്ചി എങ്ങനെ എടുത്തോണ്ട് പോയി കാണും? അവള് രാവിലെ അടുക്കള വഴിക്കൊന്ന് കറങ്ങിട്ട് പോയായിരുന്നു. മോളെ അച്ഛന്റെ മേശപ്പുറത്ത് വണ്ടിയുടെ താക്കോലുണ്ടോ നോക്ക്. ഒന്ന് വേഗത്തിൽ പോവച്ചേ. ടെൻഷൻ അടിക്കണ്ട, അവളിപ്പോ വരും. റിങ്കി എടുത്തോണ്ട് പോയി കാണും. എടുത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ, അവിടെ കാണിഞ്ഞ് അടിച്ചോടിക്കും. ഒരു വണ്ടി ഇല്ലാത്തല്ലേ ഇവിടത്തെ പ്രശ്നം. ഓരോ വീട്ടിലെ മിനിമം 2 കാറും 3 ബൈക്കെങ്കിലും ഉണ്ട്. ഒരു കാര്യം ചെയ്യും, നമുക്ക് ഇവിടെ 3 കാറും 3 ബൈക്കും ഒരു ലോറിയും കൂടെ വാങ്ങിച്ചിടാം. അപ്പുറത്തെ വീട്ടിലെ സ്റ്റെല്ല ചേച്ചി ഇന്നലെയും കൂടെ പറഞ്ഞേ ഉള്ളൂ. തല പോ. അച്ഛാ താക്കോലകത്തുണ്ട്. ദൈവമേ, താക്കോൽ അവിടെയുണ്ട്. റിങ്കി കൊണ്ടുപോയിട്ടില്ല. അപ്പൊ എന്റെ വണ്ടി പൊന്നുപോലെ നോക്കിയ വണ്ടി. അച്ഛാ വണ്ടി മോഷണം പോയി. മണി അങ്ങനെ ആരെങ്കിലും മോടിച്ചിട്ടുണ്ടെങ്കിലേ കൊണ്ടുപോയ അതേ ഫോഴ്സിൽ തിരിച്ചോണ്ട് തരും. അത്ര ബെസ്റ്റ് വണ്ടിയല്ലേ? എങ്ങനെ പറയാൻ തോന്നടി ഈ സമയത്ത് ഇങ്ങനെ? അച്ഛാ വിഷമിക്കണ്ട, നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുക്കാം. എന്റെ തല ചുറ്റുന്നു. ഞാൻ എന്റെ കൂടപ്പറപ്പിനെ പോലെ കരുതിയ വണ്ടിയാണ്. കൂടപ്പറപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നിങ്ങളുടെ അനിയത്തി ഇന്നല്ലേ വരും എന്ന് പറഞ്ഞേ. കേറി പോടി കിന്നാരം പറയാതെ. ഇത്രയും വിലപിടിപ്പുള്ള ഒരു സാധനം ഇവിടെ കാണാതെ പോയപ്പോഴാണ്. വിലപിടിപ്പാ? അച്ഛാ ഇനിയിപ്പോ ആ വർക്ക്ഷോപ്പുകാരനെ അങ്ങനെ എടുത്തോണ്ട് പോയി കാണൂ. അങ്ങനെ കണ്ടാൽ തന്നെ ഒരു കള്ള ലക്ഷണം ഉണ്ട്. അയാൾ വർക്ക്ഷോപ്പുകാരനായത് കൊണ്ട് തന്നെ വണ്ടിയെ പറ്റിയൊക്കെ നല്ല അറിവാണ്. അതുകൊണ്ട് തന്നെ ഈ ആഗ്രഹം അങ്ങനെ എടുത്തോണ്ട് പോവില്ല. മണിമീനെ വാങ്ങി കേട്ടോ. മോഷണം പോയ വണ്ടി. എന്തൊക്കെ പറഞ്ഞാലോ അച്ഛാ, നമ്മുടെ വണ്ടി ഇപ്പോഴും കണ്ടീഷനാണ്. അതവിടെ നിൽക്കട്ടെ. താക്കോലില്ലാതെ വണ്ടി എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു? കീ ഉണ്ടല്ലോ ഇവിടെ. ഓഹോ, മേശക്കകത്ത് കിടന്ന സ്പെയർ ചാവി അടിച്ചു മാറ്റി കയ്യിൽ വെച്ചിരിക്കുകയാണല്ലേ. ഒരാവശ്യം വന്ന അച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. നീ എവിടെയൊക്കെ പോയി? ജിമ്മിൽ പോയി, പക്ഷെ ഞാൻ ഇന്ന് വർക്കൗട്ട് ഒന്നും ചെയ്തില്ല. പിന്നെ നേരെ ഗ്രൗണ്ടിൽ പോയി എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലും പോയി. പെട്രോൾ അടിച്ചോ? നല്ല പെട്രോൾ ഉണ്ട്, അതുകൊണ്ട് ഞാൻ അടിച്ചില്ല. പിന്നെ എനിക്കൊരു ഫ്രണ്ടിനെ വിളിക്കണം. ഞാൻ ഇപ്പൊ വരാമേ. ഇവിടെ ആരുടെയോ മുട്ടുകാല് തല്ലിയൊടിക്കുന്നോ കാല് തല്ലിയൊടിക്കുന്നോ എന്തൊക്കെയോ പറയണ പോലെ കേട്ട്. ഇനി ഇവിടെ നിന്റെ കാലല്ലേ ഒരു കയറി പോടി. അതെ, എനിക്ക് ചോദിക്കാനും പറയാനാളുണ്ട്. മനുഷ്യനെ വെറുതെ മെനക്കെടുത്തിക്കാനായിട്ട് എന്തൊക്കെ പണിയുള്ളതാണ് അടുക്കളയിൽ. ഒരു പണിയും ചെയ്യാൻ സമ്മതിക്കാത്തൊരു വീട്. വണ്ടി പോയെന്ന് പറഞ്ഞപ്പോഴേ സന്തോഷം വരുമായിരുന്നു, അതും പോയി. പോട്ടെ. അമ്മ അമ്മ എന്തോ ചേ, നമുക്ക് തറവാട്ടിലോട്ടൊന്ന് പോയാലോ? ശരി, വാ ഇപ്പൊ തന്നെ പോ, ഇറങ്ങും. എന്തോന്നമ്മ, അമ്മയ്ക്ക് മാമനെ അപ്പൂപ്പനെയും കാണണമെന്നൊന്നുമില്ലേ? എങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങാനാണ്? ഇത്രയും പണി കിടക്കണത് നിനക്ക് കണ്ടൂടെ? ഒരു വലിയ വീട് വാങ്ങിച്ചാൽ മാത്രം പോരാ, അതനുസരിച്ച് വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണം. ഒരാൾ സഹായിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, ഇന്നു മുതൽ ഈ വീട് വൃത്തിയാക്കുന്ന ഡ്യൂട്ടി റിങ്കിയും പിങ്കി ഏറ്റെടുത്തണം. പിന്നെ സമയമുണ്ടെങ്കിൽ ഞാനും കൂടെ. അയ്യോ, ദേവി ഇത് ഉപദ്രവിക്കല്ലേ. വൃത്തിയാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, വൃത്തി ഏടാക്കാതിരുന്നാ മതി. ഒരു വേലക്കാരി വെച്ചിരുന്നെങ്കി വെച്ചാ 10,000 രൂപ മാസം നീ കൊടുക്കൂ. ഞാൻ ഒന്നും പറഞ്ഞില്ലേ. എന്തോന്ന് വെച്ചാൽ നിന്റെ കയ്യിൽ ഒരു സാധനം വെറുതെ ഇരിക്കൂലേ? ഞാൻ എന്ത് ചെയ്യാ, അത് എടുത്തപ്പോ അങ്ങ് വഴുതിപ്പോയി. നല്ല കപ്പായിരുന്നു, പൊട്ടിയിരുന്നെങ്കിൽ നഷ്ടം എനിക്ക് തന്നെയല്ലോ. ഓ, പൊട്ടിയിരുന്നെങ്കി ഇപ്പൊ അതിന്റെ കണക്കും കൂടെ കേൾക്കേണ്ടി വന്നേ. പൊട്ടിയില്ലല്ലോ.
കൊള്ളാം, പൊളിച്ച്. നീ ഇതെവിടെ പോണ്? ഇപ്പോൾ ഒരിടത്ത് പോകണില്ല, പക്ഷെ ഒരിടത്ത് പോകാൻ വേണ്ടിട്ട് ഞാൻ ട്രയൽ നടത്തിയതാണ്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? പൊളി, ഭയങ്കര പൊളി തന്നെ. വസ്ത്രധാരണം വളരെ മോശം, ഒന്ന് ശ്രദ്ധിക്കണം. ഇത് മോശമൊന്നുമല്ല, ഇപ്പോഴത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ വളരെ ഡീസന്റ് ആയിട്ടുള്ള ഡ്രസ് ആണല്ലേ. ഇവിടെ കാണാനേ കായംകുളത്ത് കുഞ്ഞമ്മയുടെ ചായ ഇല്ലേ? കുഞ്ഞമ്മി. ആ, കുഞ്ഞമ്മ ചെറുപ്പത്തിൽ ഇതുപോലെയായിരുന്നു. അതേ മുഖം, ആ ഐശ്വര്യം, ആഠ്യത്വം. വയസ്സായെങ്കിലും ഗ്ലാമറിന് ഒരു കുറവുമില്ല. അതെ മണി, ഈ ഗ്ലാമറിന്റെ അടിസ്ഥാനം നിറമാണെന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല. അച്ഛ ഇപ്പൊ പറഞ്ഞതിൽ ഒരു അടിസ്ഥാനവും ഇല്ല. ഞാനൊരു അടിസ്ഥാനം പറയാം. ഇവക്ക് അച്ഛന്റെ ചായയാണ്, പക്ഷെ അമ്മയുടെ നിറമാണ്. അതുപോലെ രവിയേട്ടന്റെ അമ്മയുടെ അതേ ഛായയും നിറവുമാണ് ചിന്നൂന്. ചിന്നുവിനെ കാണാനേ, അല്ല അപ്പച്ചിയെ കാണാനേ അച്ഛനെ പോലെ അല്ല. ആര് പറഞ്ഞു? കാണാൻ എന്നെ പോലെ തന്നെയാണ് അവള്, പിന്നെ ഇച്ചിരി നിറത്തിലൊരു വ്യത്യാസമുണ്ട്. ഇച്ചിരി നല്ല ഒരുപാട് വ്യത്യാസമേ ഉള്ളൂ. ചിന്നുവിന്റെ കണ്ണൊക്കെ നല്ല വിടർന്നാണ് ഇരിക്കുന്നത്. പിന്നെ നിങ്ങളെ പോലത്തെ ഈ ജാമ്പയ്ക്ക് മൂക്കൊന്നുമല്ല. അതിന് അച്ഛനെ മീശ മാർജാരനല്ലേ? മാർജാരനല്ലേടി, മറ്റേ കണ്ടം പൂച്ച. മതി മതി നിർത്ത്, അച്ഛനാണ് കളിയാക്കണത്. എടി എനിക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട്. ചിരിപ്പിക്കല്ലേ? എന്ത്? ഒരു ദിവസേ കേൾക്കണോ നിങ്ങൾക്ക്? ഞാൻ അന്ന് ജംഗ്ഷനിൽ കടയിൽ പോയപ്പോഴേ 2 പയ്യന്മാരിങ്ങനെ നിന്നു ബൈക്കിൽ. എനിക്ക് കണ്ടപ്പോഴേ അല്പം വശക്കെടുത്ത് തോന്നി. ഞാനൊന്ന് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി. അപ്പൊ അവരും എന്നെ ഒന്ന് നോക്കി. ഇവിടെ ഒരാളെ കാര്യം പറഞ്ഞോ. ഞാനിങ്ങനെ സൂക്ഷിച്ച് തറപ്പിച്ച് ഒന്നുകൂടി നോക്കിയപ്പോ അവർ രണ്ടുപേരും പെട്ടെന്ന് ബൈക്ക് കൊടുത്തിട്ട് പോയി കളഞ്ഞു. എന്താ കാര്യം? അവർ വിചാരിച്ചു ഞാൻ പോലീസാണ്. അതൊന്നും അല്ല കാര്യം. നിങ്ങൾ തുറപ്പിച്ച് നോക്കിയില്ലേ? ഏതോ പ്രാന്തനാന്ന് വിചാരിച്ചാണ്. പിള്ളേരും പേടിച്ചോടിയതാണ്. ആ അച്ഛൻ പറഞ്ഞ കഥ കള്ളക്കഥയാണെന്ന് അച്ഛന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. തന്നെ നിങ്ങൾ വലിയ സൗന്ദര്യവതികള്. ഒന്നാണെങ്കിൽ തടിച്ച് ഭൂതം പോലെ, ഒന്നാണെങ്കിൽ എലി കയറേണ്ട പോലെ. ഒന്നിനും 1.5 ഇഞ്ച് പൊക്കാൻ ദൈവം കൊടുത്തുള്ളൂ. അസൂയ, അസൂയ. ഇതിനെയാണ് അസൂയ എന്ന് പറയുന്നത്. ഒന്ന് പോടി അവിടെ നിന്ന്. കമ്മീഷണർ പോണാ? എന്താണ്? സൂപ്പർ തന്നെ കേട്ടാ, കൊള്ളാം. സ്പോർട്സ് ക്ലബ് വേദിക്കുന്ന ഞാൻ ഒരു പൊളി പൊളിക്കും മോളെ. നീ ഈ പൊളി പൊളിക്കണതേ കാണാനായിട്ട് അവിടെ ആരെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വരുന്നുണ്ടോ? ഞാൻ അത്തരക്കാരിയല്ല, ഞാൻ ഡീസന്റ് ആണ്. ഇവിടെ നോക്കട്ടെ, കാണാൻ കൊള്ളാലോ. ഇന്ന് നല്ലൊരു തിളക്കം. എന്തായാലും തേച്ചാ? സത്യം പറ ചേച്ചി, എന്തായാലും തേച്ചാ? ഓ എന്തോന്ന്? അത് എന്റെ ഫ്രണ്ടേ ഒരു ക്രീം പറഞ്ഞത്. ഏത്? വൈറ്റനിങ് ക്രീമാ? ഓ അത് തേച്ച്. എന്നിട്ട് എവിടെ അത്? അത് ഭയങ്കര വില കൂടുതലാണ് സാധനം, അതുകൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. എനിക്കൂടെ തരൂ. എവിടെ തരൂ? അത് അങ്ങനെ എല്ലാവർക്കും തേച്ചൂടാ, ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചേ തേക്കാൻ പാടുള്ളൂ. അതുപോലെ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനും വേണം. ഒന്ന് പോച്ച് തള്ളാതെ ഞാൻ എടുത്ത് നോക്കട്ടെ. എടേ അത് തീർക്കല്ലേ. മണമുണ്ടോ? മണമൊക്കെ ഉണ്ട്. ഞാനും കൂടെ തേച്ചോട്ടാ. കുറച്ച് എടുക്കാവൂ. എന്നാലും കൊള്ളാം കേട്ടാ. അത് മണമൊന്നുമില്ല, ചെറുതായിട്ട് മണമുണ്ട്. തുറക്കണോ? നല്ല വിലയുണ്ടേ അതിന്. 1000 രൂപയാണ്. ഓ മതി മതി, തള്ളി. തള്ളിയതല്ല, സീരിയസ്ലി. മൂക്കിന്റെ അകത്തുനിന്ന് വരെ ഇടാതെ. വെളുക്കോ? വെളുക്കും. പാട് മാറോ? മതി മതി മതി, കുറച്ചിട്ടാ മതി. പിള്ളാരെ നിങ്ങൾ എന്തോ ചെയ്യണേ? അമ്മ എന്തമ്മ എന്തോ തട്ടി വിളിക്കണേ? ഇതൊന്നും ഇല്ലത്, ഇത് ബാമ് തലവേദനയ്ക്കുള്ള. ഓ അവക്ക് മുഖത്ത് മുഴുവൻ നീര്, അതുകൊണ്ട് അവള് വാരി തേച്ചിരിക്കുന്നു. ഞാൻ നോക്കട്ടു. ചേച്ചിയുടെയാണ്, എന്റെ അല്ല. ഇടി എനിക്ക് വേണ്ടടി നിന്റെ സാധനങ്ങളൊക്കെ. ഞാൻ നോക്കാൻ ചോദിച്ചില്ലേ? ഭയങ്കര വില കൂടുതലാണ്. പിന്നെ ഞാൻ ഇവിടെ ഒന്നും ഇടാനൊന്നും പോണില്ല, വെറുതെ ഒന്ന് നോക്കട്ടെ. കണ്ടപ്പോ ഒരു ആഗ്രഹം. ഇതൊക്കെ ഇട്ടാണല്ലേടി നീ തിളങ്ങി തിളങ്ങി നടക്കണത്. കൊള്ളാം 2 എണ്ണം. അത് തന്നെ എന്റെ അടുത്ത് പോലും പറഞ്ഞില്ല. പാടൊക്കെ മാറൂടെ? പാടൊക്കെ മാറും അമ്മ. ഓ ഇതും കൊണ്ട് വെയില് കൊള്ളാൻ പാടില്ല ഇതിട്ടിട്ട്. അതിന് വെയിലുള്ള ഞാൻ എവിടെ പോണം? അടുക്കളയിൽ നിന്ന് റൂം, റൂമിൽ നിന്ന് അടുക്കള, അടുക്കളയിൽ നിന്ന് വീണ്ടും റൂം. അതല്ലേ? മണമൊന്നുമില്ലമ്മ.
മണം വേണ്ടടി, ഗുണം മതി. നീ കണ്ണടി ഇതാ, നീ നോക്കട്ടെ. ഇതെന്തോന്നാണ് തള്ളയും മക്കളും കൂടെ ഉള്ള ക്രീമൊക്കെ വാരി തേച്ച് എന്തെന്ന്? കളർ കുറയ്ക്കാനുള്ള മരുന്നിട്ടോണ്ടിരിക്കുന്നു. അല്ല, വെളുക്കാനുള്ളതാണെങ്കിൽ കുറച്ച് മനസ്സിലും കൂടെ തേക്ക്. ഇവിടെ ഉള്ള എല്ലാത്തിന്റെ തൊലി മാത്രമേ വെളുപ്പുള്ളൂ. മനസ്സിലാണ് അടിക്കാൻ വന്നേക്കണ്. തമാശക്കാരൻ. തമാശക്കാരൻ തമാശ അടിക്കാൻ വന്നിരിക്കുന്നു. അച്ഛനിരട്ടെ കുറച്ച് ക്രീം. അയ്യോ, നമുക്ക് വേണ്ടേ, ഇതൊക്കെ നാച്ചുറൽ ആണ്. നമ്മൾ ഈ വയസ്സാം കാലത്ത് ക്രീമൊക്കെ വാരി തേച്ച്. ഇനി അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടൊക്കെ ഇരുന്നാ മതി. ഇല്ലാത്തതുണ്ടാവില്ലല്ലോ. എനിക്കൊന്ന് സുന്ദരിയാവണം. അഹങ്കാരം കണ്ടില്ലേ? അഹങ്കാരമാണിത് സത്യത്തിൽ. എന്തോന്ന് അഹങ്കാരം? കാശുള്ള വീട്ടിലെ പെണ്ണിന്റെ അഹങ്കാരമാണ്. ഞാനേ വല്ലോ പാവപ്പെട്ട വീട്ടിലെ പെണ്ണിനെയാണ് കെട്ടിയിരുന്നെങ്കിൽ അവരിപ്പോ എന്നെ തലയിൽ ചുവന്നുകൊണ്ട് നടന്നത്. എന്റെ അച്ഛൻ കണ്ടുപിടിച്ചോണ്ട് വന്നതുകൊണ്ട് ഇങ്ങനെ ഞാൻ കെട്ടി. ഇല്ലായിരുന്നെങ്കിൽ വല്ല അമേരിക്കക്കാരനെയോ ലണ്ടൻകാരനെയോ ഒക്കെ കല്യാണം കഴിച്ച് അടിച്ചു പൊളിച്ച് നടക്കേണ്ടതായിരുന്നു ഞാൻ. ഞാൻ പോണു. ഇങ്ങോട്ട്. അമ്മ അമ്മേടെ മുഖം നീർന്നുണ്ടോ? ചെറുതായിട്ട്. അയ്യോ, എന്നാ അമ്മ തേക്കരുത് കേട്ടാ, ഈ മുഖമൊക്കെ പൊള്ളും. തന്നെ? ഓ വേണ്ട. പ്രശ്നമുണ്ടോടി? ഉണ്ടാവും. അയ്യോ എന്നാ ഞാനൊന്ന് കഴുകിട്ടോ. കഴുകൂട്ടോ. ചേച്ചി, ഓ ബാക്കി നീ തേക്കല്ലെങ്കിൽ ഇങ്ങോട്ട്. അയ്യോ വേണ്ട മക്കളെ, ചേച്ചി തേച്ചോളാം. മക്കള് പൊയ്ക്കോ. ആ കുറച്ചുകൂടെ തരുമോ? എന്തിന്? ഒരാവശ്യമില്ല. എനിക്കാണ് എന്റെ ക്രീം. ആ പാണ്ട് പറഞ്ഞേ. കഴിക്കോ പോയി ചെന്ന് മുഖം. ആ നീറും. തൈമാസ തമിഴ് പെണ്ണേ, നിന്റെ അരഞ്ഞാണ ചരടിലെ ഏലസിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ? ചായ. ചായ ഇപ്പൊ വേണ്ടായിരുന്നു മണി. എന്തായാലും ഇട്ടതല്ലേ, കൂടി എന്നിട്ട് വണ്ടി പിടിക്കാം. പിടിക്ക്. ഇതേ ഈ മഴയത്തൊക്കെ ഇട്ട് ഓടിച്ചിട്ടാണ് അടിവശത്തൊക്കെ ചെളി കയറി തുരുമ്പും കയറിയിട്ടുണ്ട്. ഒന്ന് സർവീസ് ചെയ്യാൻ കൊടുക്കണം. തുരുമ്പും ചെളിയും പോയി കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ ബാക്കി എന്തൊന്നുണ്ട്? മണി, നിനക്ക് എപ്പോഴുള്ള ഒരു സ്വഭാവമാണ് ഈ വണ്ടിയെ കുറ്റം പറച്ചില്. എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ എപ്പോഴും ആവശ്യം നീ വണ്ടിയേ ഉള്ളൂ. എന്റെ അച്ഛനോട് പറഞ്ഞാലേ ഒരു വണ്ടി ഇപ്പൊ ഇങ്ങനെ എത്തും. അച്ഛൻ വിളിക്കുമ്പോഴൊക്കെ ചോദിക്കും ഒരു വണ്ടി കൊണ്ടുവരട്ടാന്ന്. അച്ഛനറിയാം നമ്മുടെ ബുദ്ധിമുട്ട്. അമ്മ അമ്മയ്ക്ക് വിളിച്ചു പറയാൻ വയ്യെങ്കിൽ വേണ്ട, ഞാൻ വിളിച്ചു പറയാം. അങ്ങനെ ചെയ്യരുത്, മോശമാണ്. അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കരുത്. പിന്നെ അച്ഛൻ വാങ്ങിച്ചതാ ഒരു വണ്ടി. എന്തായാലും ഞാൻ വിളിച്ചു പറയും. ഞാൻ ഒരു കാര്യം പറയാം പിങ്കി, എന്നെ ധിക്കരിച്ച് വിളിച്ച് പറയുകയോ ഒരു വണ്ടി ഇവിടെ വരികയോ ചെയ്തതാണെങ്കിൽ അമ്മയാണ് സത്യം, ഞാനാ വണ്ടി കയറൂല. പിന്നെ നിങ്ങളൊരു വണ്ടി വാങ്ങിച്ചേരൂല, എന്റെ അച്ഛൻ വാങ്ങിച്ചേരാന്ന് പറഞ്ഞാൽ അതിന് സമ്മതിക്കില്ല. ഇതൊരുമാരത്തെ വല്ലത്തെ വാശിയായി പോയിട്ടാ. കഷ്ടം തന്നെ. ഇതേ അമ്മ, ഓരോരുത്തരുടെ റേഞ്ച് അനുസരിച്ച് പോവാനേ അറിയാൻ പറ്റുള്ളൂ. റേഞ്ച് എന്ന് പറഞ്ഞാലേ ഒരു ശൈലിയാണ്. ഉദാഹരണം, ഇവരുടെ ആംഗ്ല മണിക്കുട്ടൻ. ചേട്ടന്റെ എന്തോ ചേട്ടനെ കുറ്റം പറഞ്ഞല്ല, സത്യമാണ് പറയണേ. അതായത് നിങ്ങളുടെ അമ്മാവൻ ഇവരുടെ ആംഗ്ല. അച്ഛന്റെ അളിയേ. ഓ തുടങ്ങി. മണിക്കുട്ടി, നിന്റെ അച്ഛന്റെ സ്വത്തിന്റെ ഒരു കാൽഭാഗം പോലും മണിക്കുട്ടന്റെ പേരിൽ എഴുതി വെച്ചിട്ടില്ല. എന്നിട്ട് തന്നെ അത് കോടിക്കണക്കിനുണ്ട്. അയാളെ ഒരു സ്വന്തമായിട്ടൊരു വണ്ടിയുണ്ടോ? മണിക്കുട്ടന് സ്വന്തമായിട്ടൊരു വണ്ടിയുണ്ട്, ഒരു സൈക്കിള് പോലും ഇല്ല. ഉപയോഗിക്കണത് അച്ഛന്റെ പഴയ കാറ്, അച്ഛന്റെ ബൈക്കൊക്കെയാണ്. എന്താ കാര്യം? അത് അയാളുടെ ശൈലിയാണ്. അതുപോലെ ഈ രവീന്ദ്രനാഥിനും ഒരു ശൈലിയുണ്ട്. മനസ്സിലായ? ഓ മനസ്സിലായി. എന്റെ അമ്മോ, വല്ലാത്തൊരു ശൈലിയായി പോയി. എന്റെ ചേട്ടനെ സ്വന്തമായിട്ടൊന്നും വാങ്ങിച്ചില്ലെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി പൈസ ചെലവാക്കാൻ ഒരു മടിയുമില്ല. അത് ശരി തന്നെ. അടുത്ത കാലത്ത് ഞാൻ അറിയുന്നുണ്ട് മണിക്കുട്ടന്റെ കുറെ പൈസ ചെലവാക്കല്. പാടത്തും പറമ്പിലും ആ തൊടിയിലും ആറ്റിൻകരയിലൊക്കെ ഇരുന്നിട്ട് കൂട്ടുകാരുമായിട്ടൊരു കൂടലുണ്ട്. ഞാൻ പറയാം മണിക്കുട്ടി, ഇത് മോശമാണ്. പൈസ വാരി എറിഞ്ഞാണ് കളിക്കണത്. അവസാനം ഒരാവശ്യം വരുമ്പോ ഈ കൂട്ടുകാരും കാണൂല. മനസ്സിലായ? അമ്മ, അച്ഛനെ ശരിക്കും ഇഷ്ടപ്പെട്ട് എന്നെയാണ് അമ്മ കല്യാണം കഴിച്ചത്. അയ്യോ, അതൊക്കെ വലിയ കഥയാണ്. അന്ന് അങ്ങേരെ അടുത്തൊന്ന് ഒരു വാ തുറന്നൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഈ കല്യാണം നടക്കൂലായിരുന്നു. അത് നന്നായി. ഇങ്ങനെ ആലോചന വന്നപ്പോഴേ എന്റെ ബന്ധുക്കളെല്ലാം പറഞ്ഞ് മണിക്കുട്ടിയുടെ റേഞ്ചിലുള്ള ആളല്ലെന്ന്. പക്ഷെ അച്ഛൻ ഇങ്ങനെ ബോധിച്ചു. അത് വലിയൊരു കഥ. പിന്നെ പെണ്ണ് കാണാൻ വേണ്ടി അവിടെ വന്നിരിക്കുന്ന ഇരിപ്പ് കണ്ടപ്പോ എനിക്ക് പാവം തോന്നി. അങ്ങനെയല്ല ഇങ്ങനെ കെട്ടിയത്. പാവം തോന്നി കെട്ടിയതാണ്. പാവം തോന്നി കെട്ടിയതാ? പിന്നല്ലാണ്ട്. മക്കളെ, അന്ന് ഇതുപോലെയൊന്നുമല്ല. എന്നെ കാണാൻ നല്ല ലുക്കായിരുന്നു. പിന്നെ ഇപ്പൊ ഈ ഓഫീസിലെ ടെൻഷനും ജോലി തിരക്കും ഒക്കെ വന്നപ്പോഴത്തേക്ക്
കുറച്ച് നിറമൊക്കെ മാറി ഗ്ലാമറൊക്കെ കുറച്ച് പോയി ക്ഷീണിച്ചു. ഇനി മക്കളെ ഇത് മറ്റേ സിനിമയിൽ ശ്രീനിവാസൻ പറഞ്ഞ ഡയലോഗ് അല്ലേ, ജോലി തിരക്ക് കാരണം കറുത്തു പോയെന്ന്. നേരെ പെണ്ണ് കാണാൻ വന്നപ്പോ ഇരുന്ന് ഇരിപ്പ് കാണണമായിരുന്നു. എല്ലും ഉന്തി കവിളൊട്ടി 2 കണ്ണ് മാത്രം ഇങ്ങനെ ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ടല്ലോ. നിർത്ത് തന്നെ സമ്മതിച്ചു. നീയൊക്കെ ഐശ്വര്യ റായിയും സുസ്മിത സെന്നും നയൻതാരയൊക്കെ, ഞാൻ അമരേഷ് പുരി. ഓ വലിയ സുന്ദരിമാരി വന്നിരിക്കുന്നു. അയ്യോ കമ്മീഷണർ നോക്ക്, ആ കണ്ണിപ്പോ തറയെ വന്ന് വീഴും. എവിടെന്നാ ശരിയാവൂല. കമ്മീഷണർ പോണാ പിടി കായം കുടിച്ചോണ്ട് വന്നിരിപ്പുണ്ട് രാവിലെ. എന്താ ശരിക്കും കമ്മീഷണർ തന്നെ. നോട്ടം കണ്ടു കഴിഞ്ഞാലേ പോലീസ് ആണെന്നാണ് ഭാവം. നിന്നെയൊക്കെ പോലെ ക്രീമും വാരി തേച്ചോണ്ടല്ല ഞാൻ നടക്കണേ. അതാണ് വെളുപ്പ്, മനസ്സിലായോ? ഇത് പറഞ്ഞപ്പോഴാണ് കുറച്ച് ക്രീം എടുക്കട്ടെ. ക്രീം നിന്റെ അച്ഛൻ കൊണ്ടുവിടും. ചോദിച്ചത് നീയൊക്കെ എന്റെ അടുത്ത് പരിപാടി. വരാമേ. മക്കളെ, അമ്മ പറയണത് കഥ വേറെ, പക്ഷെ മക്കളൊന്നും അച്ഛനോട് എങ്ങനെയൊന്നും സംസാരിച്ചുകൂടാ, തെറ്റാണ്. എന്തോ ഇതാരീ പറയണത്? ഈ വീട്ടിൽ അച്ഛനെ ഏറ്റവും കൂടുതൽ കളിയാക്കണത് അമ്മയാണ്. അമ്മ ഞങ്ങളൊന്നും പറഞ്ഞൊന്നുമില്ല അല്ലേ റിങ്കി? ഒന്നും പറഞ്ഞില്ല. എനിക്ക് നിങ്ങൾ ചെയ്യാൻ പാടില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇപ്പൊ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഓ പാവച്ച്. എന്നാലും റിങ്കി നീ അത്ര പറയണ്ടായിരുന്നു. ഞാൻ എന്തോന്ന് പറഞ്ഞു? നീ എന്നാ പറഞ്ഞു? എന്തോന്ന്? അയ്യേ ഇതെന്തോന്ന് കുമ്മായോ? കറക്റ്റ് ചാർലി ചാപ്ലിനെ പോലെ ഉണ്ട്. ഭയങ്കര രോമം, മൊത്തത്തിൽ ഒന്ന് ഷേവ് ചെയ്യാന്ന് വിചാരിച്ചു. എന്തോന്ന് മീശയാ? അയ്യോ ഇത് വെളുക്കാൻ തേച്ചത് പാണ്ടാവുമല്ലോ. അച്ഛൻ സ്കിൻ വൈറ്റനിങ് ക്രീം എന്ന് പറഞ്ഞ് തേച്ച എന്താണെന്ന് അറിയോ? ഞാൻ മസിൽ പെയിന്റ് പോട്ടുന്ന ക്രീമാണ്. ഇനി മുഖം നീറും. അതാണ് നീറുന്നു. മണി മക്കളെ കുറച്ച് വെള്ളം എടുത്തുണ്ടോ? വല്ല ആവശ്യമുണ്ടോ? നല്ല സുഖം ഉണ്ടോ അച്ഛാ? മണി കുറച്ച് വെള്ളം എടുത്തുണ്ടോ? ഇല്ല, ഇനി മൊത്തത്തിലങ്ങ് വെളുത്തോളൂ. മോളെ കുറച്ച് വെള്ളം എടുത്തുണ്ടോ? മോളെ മണി വെള്ളം എടുത്തുണ്ടോ? പോയി കുറച്ച് വെള്ളം എടുത്തുണ്ടോ? മോളെ കുറച്ച് വെള്ളം എടുത്തുണ്ടോ? മോളെ നീറുന്ന അച്ഛന് പറ്റിച്ച് ക്രീം പുരട്ടുമ്പോ ആലോചിക്കണം. എടുത്തോണ്ട് വാ മോളെ. നീറണല്ലേ? പൊന്നു മോളല്ലേ, പോയിട്ട് വാ. അമ്മ നീറുന്നു. ചിരിക്കടാ, നീറി വയ്യ. കുളിച്ചിട്ട് വന്നാൽ മതി കേട്ടോ ഇനി അങ്ങോട്ട്. ഉരുളയ്ക്ക് പേര്